ഗുഡ് മോർണിംഗ്. യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്നിട്ട് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അല്ലെ നമ്മൾ ആത്മീയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വീണ്ടും ജനനം നടന്നു, അതിനുശേഷം ഒന്നും നടന്നില്ല. നമ്മളിപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ജനനം നടന്നിട്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ പാൽ കുടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജഡത്തില്ല. പഴയ ജീവിതവും അല്ലെങ്കിൽ ഈ ലോക മനുഷ്യനായിരുന്നപ്പോഴും ഇപ്പോഴത്തേതുമായിട്ട് ഒരു വ്യത്യാസമില്ല, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം. പുറമേ നോക്കി ഒന്നും അറിയാനില്ല. ഉള്ളിൽ നമ്മൾ തന്നെ പറയണം, അയ്യോ ഞാൻ ഇത്രയും വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട്, ഞാൻ അന്നേ സ്നാനപ്പെട്ടതാണ്, ഞാൻ ഇപ്പം വേറൊരു സഭയിലാണ് പോകുന്നത്, ഞങ്ങൾക്ക് ആഴ്ച 3 മീറ്റിംഗ് ഉണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, വചനമെല്ലാം എനിക്കറിയാം. ഇതൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അവർ അത്ഭുതപ്പെടുന്നത്. അയ്യോ ബ്രദർ ഒരു ആത്മീയനായിരുന്നു. കാരണം എന്താ, എൻ്റെ പഴയ ജീവിതവും ഇപ്പോഴത്തെ ജീവിതമായിട്ട് ഒരു വ്യത്യാസമില്ല. അപ്പം ഞാനാരാ? ഞാനൊരു ശിശുവാണ്. കാര്യം വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പഴയ ആളിനെ പോലെ. എൻ്റെ അകത്തൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ചു, നമ്മുടെ പുറമേ അല്ല മാറ്റം വരേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ പുറത്ത് അന്നത്തെ ആ കാലഘട്ടത്തിലെ യഹൂദന്മാരുടെ ആ ഒരു കൾച്ചറും അവരുടെ ഡ്രസ്സിങ്, വേ ഓഫ് ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു യേശുക്രിസ്തുവിൻ്റെത്. അവരുടെ മുടി, ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ മുടിയും താടി അല്ല മീശയും താടിയൊക്കെ എങ്ങനെയായിരുന്നു, വേഷവിധാനങ്ങൾ എങ്ങനെയായിരുന്നു, ചെരുപ്പ് എങ്ങനെയായിരുന്നു. യേശുക്രിസ്തു അതെല്ലാം ധരിച്ചത്. അല്ല ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പോയി ഷെയ്വ് ചെയ്ത് ക്ലീൻ ഷേവ് ആക്കി മുടിയെല്ലാം വെട്ടി പ്രത്യേക ഡ്രസ്സ് ധരിച്ച് ഞാൻ വെള്ളം മാത്രം ഇടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റേണലി കർത്താവ് ഒരു കാര്യങ്ങളും ചെയ്തില്ല. മാന്യമായിട്ട് വസ്ത്രം ധരിച്ചത് അത് അന്നത്തെ രീതിയായിരുന്നു. പക്ഷെ ഇന്നൊന്ന് ശ്രദ്ധിച്ചു ചോദിച്ചു, ഇന്ന് വേർപാടെന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ വിശ്വാസിയാണെന്ന് ലോകത്തെ അറിയിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ കൂടെ. കാരണം അകത്തൊന്നുമില്ല, നമ്മുടെ സ്വഭാവത്തിൽ കൂടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സ്വഭാവം, ശരിയായിട്ടുള്ള സ്വഭാവം മറ്റുള്ളവർ കാണുമ്പം അവർ ചോദിക്കും, നീയാണ് വിശ്വാസി, നിന്നേക്കാൾ ഭേദം ഞങ്ങളാണല്ലോ എന്ന് ചോദിക്കുന്ന നിലവാരം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നേ? പിന്നെ വേഷത്തിൽ കൂടെ കാണിക്കുക. ഹൃദയത്തിൽ പരിശോധന വന്നിട്ടില്ല, അകത്തു മാറ്റം വന്നിട്ടില്ല, പുറമേ ഭയങ്കര ചേഞ്ചസാണ്. പക്ഷെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക ഹൃദയം എവിടെയാണെന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്, അല്ലാതെ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല. പണ്ടൊക്കെ ഞാൻ ഈ വിശ്വാസത്തിൽ വരാനുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുക ഈ സെറ്റ് ഓഫ് റൂൾസാണ്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മാലയും ഇതെല്ലാം ഊരണം, പിന്നെ നമുക്ക് വെള്ളം മാത്രം ഇടാൻ പറ്റില്ല, വെള്ളം കറുപ്പ് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു ഫ്രീഡവും ഇല്ല, ഡ്രസ്സിങ്ങിന് നമുക്ക് യാതൊരു ഫ്രീഡവും ഇല്ല. നമ്മുടെ മുഴുവൻ സ്വാതന്ത്ര്യം കളയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് സഭകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കുറേ പേരൊക്കെ അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. സഹോദരിമാർ ഒരു വെള്ളസാരി മാത്രം ഉടുക്കത്തുള്ളൂ. എവിടെയാണ് വചനത്തിൽ പറയുന്നത് വെള്ളസാരി ഉടുക്കാവുന്ന? അങ്ങനെയാണെങ്കിൽ ആദിമസഭയിൽ അതൊരു കൽപ്പനയായിട്ട് വരണ്ടേ? വന്നോ? എടുത്ത് വചനം വെച്ച് വായിച്ചു പോകും. അല്ലെ കർത്താവിനെ അറിഞ്ഞാൽ ഓടിപ്പോയി ഷെയ്വ് ചെയ്യണമെന്ന് വചനത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ട്? നമ്മൾ പോട്ടെ, നമുക്ക് മടങ്ങി വരാം. അപ്പോൾ പൗലോസ് പറയാ, ഒരു അവകാശി ഉടമയാണ്, വസ്തുവിൻ്റെ മുഴുവൻ ഉടമയാണ്. പക്ഷേ ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വ്യത്യസ്തനല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീണ്ടും ജനനം നടന്നു. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളായി, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. നമുക്ക് വലിയ അവകാശം കർത്താവ് വെച്ചിരിക്കുക. പക്ഷേ ആത്മീയമായിട്ട് ശിശുവായിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ പഴയ ജീവിതം അല്ലെ ലോക മനുഷ്യരെക്കാളും ഞാൻ വലിയ വ്യത്യാസമില്ല എന്നാണ് വചനം പറയുന്നത്. ശരിയല്ലേ? ഒന്ന് പരിശോധിച്ച് നോക്കും. നമ്മൾ ആത്മീയരാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെ ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, എനിക്ക് സുറിയാനി പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ ബെന്തിക്കോസ് പാരമ്പര്യമുണ്ട്, എന്ത് പാരമ്പര്യമുണ്ട്, ഇവൻ ചിന്തിച്ചു നോക്ക്. ഈ ലോക മനുഷ്യരെക്കാളും എനിക്ക് എവിടെയാണ് വ്യത്യാസം വന്നത്? ഞാൻ ആത്മാവിനാൽ നടത്തപ്പെടണമെന്നുള്ള തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? ആരും പെർഫെക്റ്റ് അല്ല കേട്ടോ, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമാണ്. അതിനനുസരിച്ച് എൻ്റെ ഉള്ളിൽ മാറ്റം വരണം.
ഓരോ വർഷം കഴിയും തോറും കർത്താവിൻ്റെ സ്വഭാവത്തോട് ഞാൻ കൂടുതൽ കൂടുതൽ അനുരൂപനാണ്. അല്ലെങ്കിൽ ഞാൻ ആത്മീയനായിട്ട് വെറും ശിശുവാണ്, അല്ലെങ്കിൽ സോളിഷ്. ഇവരോടാണ് കർത്താവ് പറഞ്ഞത്, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, ഇതിലേതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. നീ ഇടയ്ക്ക് സോളിഷാണ്, നീ തണുപ്പുള്ളവനല്ല. കാരണം നീ ഇപ്പം രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടും ജന്മം നടന്നു, നിന്റെ തണുപ്പ് മാറി. പക്ഷേ നീ ആത്മാവിനാൽ നടത്തപ്പെടാൻ തുടങ്ങുന്നില്ല, അല്ല നീ ഏൽപ്പിക്കുന്നില്ല. നീ ഇപ്പോഴും ജഡത്തില്ല, നിനക്ക് ചൂടുമില്ല. പിന്നെ നീ ആരാ? നീ ലൂക്ക് വാം. അതാണ് സോളിഷ്. ഏറ്റവും അപകടകരമായ കർത്താവിന് ഏറ്റവും വെറുപ്പുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നമ്മളോർത്ത് എത്ര നല്ല ഫുഡ് കൊണ്ടുവച്ചിരിക്കുകയാണെങ്കിലും അത് മോശമായതാ, പഴകിയതാ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറി, അല്ലെങ്കിൽ നമ്മൾ വായിലോട്ട് വെക്കുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് മോശം ഫുഡ്. കണ്ടാൽ നല്ല അപ്പിയറൻസാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഷെഫ് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. പക്ഷെ വായി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് മാറുക. നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ തുപ്പായിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കിയ പ്രശ്നമാണ്. അപ്പം ഇത് തന്നെയാണ് സോളിഷ് ക്രിസ്ത്യൻ്റെ അവസ്ഥ. ആലോചിച്ചോണം, ഓർത്തോണം. നമ്മൾ ഈ അഭിമാനിക്കുന്നതൊക്കെ വെറുതെ കേട്ടോ. കർത്താവിന് അത് ഇഷ്ടമല്ലത്. പിന്നെന്താ ചെയ്യേണ്ടത്? ആത്മാവിനാൽ നടത്തണം. ഗ്രോത്ത് ഉണ്ടാകും, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. ഈ അവകാശവാദങ്ങളൊക്കെ വിട്ടുകളാം. പാരമ്പര്യവും കണക്കും ഇത്ര വർഷമായി ഞാൻ കർത്താവിനെ അറിഞ്ഞു, അതൊക്കെ അങ്ങ് വിടുക. ഇത്ര വർഷമായിട്ട് എനിക്ക് എന്ത് വളർച്ചയുണ്ടായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കും.